വിഴിഞ്ഞം കടലിൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം ലോകം കേട്ട ഒരു ചരിത്ര നിമിഷം. തെക്കേ ഇന്ത്യയുടെ അറ്റത്ത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ തീരഗ്രാമം. ജൂലൈ 11, 2024 മസ്ക് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ അവിടെ ആദ്യമായി നങ്കൂരമിട്ടു. അന്ന് അതൊരു സാധാരണ കപ്പലിൻ്റെ വരവായി മാത്രമാണ് പലരും കണ്ടത്. പക്ഷേ ആരും അറിയാതെ ആ നിമിഷം ഒരു വലിയ ചരിത്രത്തിൻ്റെ ആദ്യ അധ്യായം കുറിക്കപ്പെടുകയായിരുന്നു. 18 മാസങ്ങൾക്കിപ്പുറം ജൂലൈ 25, 2026 സ്വർണ്ണ ചക്രവാളത്തിൽ മറ്റൊരു ഭീമൻ കപ്പൽ MSC ലൂസിയാന പതിയെ വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നു. 1000ാമത്തെ കപ്പൽ എന്ന ലോക റെക്കോർഡ് കുറിച്ച വിഴിഞ്ഞത്തിനുള്ള ആദരവായിരുന്നു. കേവലം 18 മാസത്തിനുള്ളിൽ 1000 കപ്പലുകൾ. ഇത്ര വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച മറ്റൊരു തുറമുഖം ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 20 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ. ഒരൊറ്റ മാസത്തിൽ തന്നെ 1,30,000-ത്തിലധികം TEU കൈകാര്യം ചെയ്ത പ്രകടനം. ലോകത്തിലെ ഏറ്റവും വലിയ അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ നങ്കൂരമിടാം. ഇതെങ്ങനെ സാധ്യമായി? അത് പ്രകൃതി തന്നെ നമ്മുടെ ഭാരത തീരങ്ങൾക്ക് സമ്മാനിച്ച 24 മീറ്റർ സമുദ്ര ആഴം തന്നെയാണ്. ലോക വ്യാപാരത്തിൻ്റെ ജീവനാഡിയായ സ്വേസ് ഫോർ ഈസ്റ്റ് കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലം. പിന്നെ അദാനി ഷിപ്പിങ്ങിൻ്റെ ആ അത്യാധുനിക സാങ്കേതിക വിദ്യയും കേരള സർക്കാരിൻ്റെ കോഓപ്പറേഷനും, അതിനൊപ്പം രാവും പകലും അധ്വാനിച്ച അനേകം തൊഴിലാളികളുടെ വിയർപ്പും സമർപ്പണവും, അവയെല്ലാം ചേർന്നപ്പോൾ ഒരു തുറമുഖം മാത്രമല്ല ഉയർന്നത്, കേരളത്തിൻ്റെ ആത്മവിശ്വാസം ഉയർന്നു. ഇന്ത്യയുടെ സമുദ്ര ശക്തിക്ക് ഒരു പുതിയ വിലാസം പിറന്നു. ഇത് വെറും ചരക്കുകളുടെ യാത്രയല്ല, ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ ലോകത്തേക്ക് പുറപ്പെട്ട യാത്രയാണ്. വിഴിഞ്ഞത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് തുടങ്ങുന്നതേയുള്ളൂ. ഇനി കൂടുതൽ കപ്പലുകൾ കടലുകൾ താണ്ടി വരും. കൂടുതൽ ചരിത്രങ്ങൾ പിറക്കും. ഒരു ചെറിയ തീരഗ്രാമം ലോക ഭൂപടത്തിൽ തൻ്റെ പേര് കൂടുതൽ തെളിച്ചത്തോടെ എഴുതിക്കൊണ്ടേയിരിക്കും. ഈ സ്വപ്നത്തിന് കൈത്താങ്ങ് നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഓരോ തൊഴിലാളിക്കും, അത് വിശ്വസിച്ച ഓരോ മനുഷ്യനും, ഈ നാടിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വിദൂരത്ത് ആകാശം സാഗര നീലിമയെ മൃദുവായി ചുംബിക്കാൻ താഴുന്ന ചക്രവാളത്തിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ നിശബ്ദമായി ഒരു പുഞ്ചിരി കാണുന്നില്ലേ? ഈ സ്വപ്നം ഒരിക്കൽ മനസ്സിൽ കണ്ട, വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളിൽ അചഞ്ചലമായി വിശ്വസിച്ച യശശരീരനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ആ സുസ്മേരമുഖം. ചരിത്രങ്ങൾ എഴുതപ്പെടുമ്പോൾ ചില പുഞ്ചിരികൾ കാലത്തിനുമപ്പുറം നിലനിൽക്കും.